അല്ല, അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് പാർട്ടി നടപടി എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ പാർട്ടിക്ക് അകത്തുള്ളപ്പോഴും പുറത്തുള്ളപ്പോഴും പാർട്ടിയുടെ എല്ലാ അച്ചടക്കത്തെ പാലിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരത്തിലുണ്ടാകില്ല. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഈ നാടൊരവസരം തന്നപ്പോൾ, എൻ്റെ പ്രസ്ഥാനം ഒരവസരം തന്നപ്പോൾ 1.5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് പിന്നെ പുതിയ റോഡുകളുടെ രൂപത്തിലും ആശുപത്രി ബ്ലോക്കിന്റെ രൂപത്തിലും പുതിയ സ്കൂളുകളുടെ രൂപത്തിലും എല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഓഡിറ്റോറിയം നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. അതിനകത്തൊന്നും നമ്മൾ രാഷ്ട്രീയം പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്നും ഭരിച്ചത്, ഇപ്പോഴും ഭരിച്ചത്. പക്ഷേ നമ്മൾ ഓഡിറ്റോറിയം നിർമ്മിക്കാനായിട്ട് കണ്ണാടിയിൽ ഓഡിറ്റോറിയം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ ഓഡിറ്റോറിയം നിർമ്മാണമായിട്ട് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല. ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നതാണ്. ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ അനുവദിച്ചൊരു ഫണ്ട് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ നമുക്ക് ജനുവരിയോടുകൂടി തന്നെ നമുക്ക് ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുമായിരുന്നു. ഒരു ഫണ്ട് നമുക്ക് അനുവാദം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തടസ്സം മാത്രമാണ്. പക്ഷേ അതിനെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും 1.5 വർഷക്കാലം എന്തെല്ലാം ഇവിടെ ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളിലും ഞാൻ ഉണ്ടാകും.